ബന്ധപ്പെട്ടൊരു കലാചാരിയാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പൊ ഈ പ്രോഗ്രാം കാണാനെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ നിസ്സീമമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ചെങ്ങന്നൂർ സൈന്ധവാസ് മീഡിയ പ്രോഗ്രാം ആരംഭിക്കുന്നു. അങ്ങനെ ഇല വിരിച്ചാടണ പാക്കവുങ്ങ തല പൂത്താൽ പിന്നെ പൂവൊന്നും ഞമ്മൾ കാണൂല ഇങ്ങനെ പോയ ഈ ദുനിയാവിന്റെ അധികാരവും നമ്മള് കാണൂല. നിങ്ങൾക്കറിയാവോ, 3 മാസം കിടക്കിയ ഒരു പെണ്ണാണ് കെട്ടിയതുണ്ട്. ഒന്നിനും സഹായിക്കില്ലാതെ എന്നാ നിങ്ങള് പണിക്ക് പോയിക്കാന്ന് പറഞ്ഞാൽ അതിനും പോവില്ല. പിന്നെ നിങ്ങൾക്കറിയാവോ, ഈ 3 9 മാസം ആയാലും എനിക്ക് ഈ പേരിൽ റെസ്റ്റ് കിട്ടും തോന്നുന്നില്ല. എന്തോ വളങ്കിലേക്ക് വരുന്നുണ്ട്. ഓ, ഒരു നറുക്കിന് ചേർത്താൻ്റെ ഞാനിപ്പോ അനുഭവിക്കുന്നത്. 10 ഉമ്മ 10 ഉമ്മ കൊണ്ട് നമുക്ക് ഒരു ഒറ്റ ഉമ്മയെ തരും. നീ എന്ത് വർത്താനാണ് പറയുന്നത്? എന്നോട് നമ്മൾ ഉമ്മ ചോദിച്ചോ? നിങ്ങളിപ്പോ ചോദിച്ചോ? അത് നമ്മൾ ഉമ്മ ചോദിക്കാനില്ല, എന്റെ പേര് നമ്മൾ വിളിച്ചേക്കും. 10 ഉമ്മ വിളിച്ചായിരുന്നു നിങ്ങള്. അല്ലിക്ക, നിങ്ങൾ ഇത്ര നേരം ഉടമ കിടക്കുമായിരുന്നു. നമ്മൾ നമ്മ റോഡ് തെക്ക് വടക്ക് നടക്കുവല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഓടുമ്പോ തെക്ക് വടക്ക് നടക്കാം. ഇങ്ങനെ പറഞ്ഞൂടെ ഞാൻ 3 മാസം കിടക്കുകയാണ്. അതെ, അതെ, പണ്ടത്തെ പോലെ തൊഴിലുറപ്പിനൊന്നും പോവാൻ എന്നെ കിട്ടൂല. എനിക്ക് റെസ്റ്റ് വേണം. നീ എന്ത് വർത്താനാണ് പറയുന്നത്? നിനക്കറിഞ്ഞൂടെ നമ്മൾ ഉമ്മ പാടത്താണ് പെറ്റിട്ട്. പാട്ട് പെട്ടിട്ട് നിങ്ങൾ എന്തോന്ന് തവള? അതല്ലെന്ന് പറഞ്ഞത്. നീ എന്തൊന്ന് വർത്താനം പറഞ്ഞു? എന്തെങ്കിലും പറഞ്ഞു ഇടയ്ക്കൂടെ എരിങ്ങേറി വർത്താനം പറഞ്ഞു വരും. എന്റെ നിങ്ങളുടെ അമ്മ പാടത്ത് പറ്റുമെന്ന് പറഞ്ഞ് ഇപ്പൊ പാടത്ത് പറമ്പൊന്നും തരാൻ പറ്റൂല. അതിനാണ് ആശുപത്രി, സർക്കാരെ ആശുപത്രി പണിഞ്ഞിട്ടേക്കുന്നത്. അല്ല, ആരാണ് വരുന്ന പോയിക്കേ? ആ കണ്ട നമ്മുടെ മെമ്പറാണ്. മെമ്പർ എല്ലാരും ഉണ്ടല്ലോ. ആരായിരിക്കുന്നേ? അല്ല മെമ്പറേ, ഇലക്ഷനിങ് എത്തിയില്ലയോ? അതെങ്ങനെ മനസ്സിലായി? നിങ്ങളെ ഈ വഴിക്ക് കണ്ടോണ്ട് ചോദിച്ചാ. മെമ്പറേ, കഴിഞ്ഞ വോട്ടിന്റെ അന്ന് വന്നിട്ട് പോയില്ല, പിന്നെ വരുന്നത് ഇപ്പോഴാണ്. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം മാത്രം നോക്കിയാൽ മതി. അതുപോലാണോ ഞാൻ ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ഇങ്ങനെയുള്ള പഠനമുറി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്താക്ക് പഠനമുറിയോ? അയ്യോ, ഇത്താക്കല്ല, ഇത്താടെ മോക്കുള്ള പഠനമുറി റെഡിയാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അല്ല, നിങ്ങളിപ്പോ ഈ വഴി വരാനെന്താ കാരണം? എനിക്ക് ഒരു കല്ലിടിയിലുണ്ടായിരുന്നു. 6 കഞ്ഞിയിലെ മെമ്പർ നിങ്ങൾ കല്ലിട്ടത്? എല്ലാം ഞാൻ കഞ്ഞിപ്പോ കല്ലിടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എനിക്കിന്നൊരു തറക്കല്ലിടിയിലുണ്ടായിരുന്നു, ഒരു അംഗൻവാടിയുടെ. ഇപ്പം മെമ്പർ എത്ര കല്ലിട്ടു? ഞാനൊരു 190 കല്ലിട്ടിട്ടുണ്ട്. കല്ലിടിയിലേ ഉള്ളൂ, മേപ്പോട്ടില്ല. അങ്ങനെയാണ് കേൾക്കുന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നല്ല കാര്യം പറയാൻ വേണ്ടിയാണ്. നമുക്ക് വേണ്ടി കാര്യമാണ്, നമുക്ക് വേണ്ടി പറയാൻ പറയാം. ഇതേ പാത്തുമ്മയ്ക്ക് കൊടുക്കാൻ വന്നതാ. നമ്മളിവിടെ നിൽക്കുമ്പോ നമ്മളെ പാത്തമ്മയ്ക്ക് പ്രേമലേഖനോട്ട് കൊടുക്കൂ. അല്ല, ഇത് നമ്മുടെ ആശാവർഗ ചേച്ചി എന്ന ലഘുലേഖയാ. പാത്തുമ്മ 3 മാസം ഗർഭിണിയല്ലേ? അതെന്താ നിങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു എന്താ പാത്തുമ്മ? നിങ്ങളുടെ പാത്തമ്മ, നിങ്ങളുടെ പാത്തുമ്മ, നിങ്ങളുടെ പാത്തുമ്മ ഇപ്പൊ 3 മാസം ഗർഭിണിയാണല്ലോ. ഈ സമയത്ത് പാത്തുമ്മയ്ക്ക് ഗർഭകാല പരിചരണം അത്യാവശ്യമാണ്. നിങ്ങൾ കേട്ടോ, ഗർഭകാല പരിചരണം അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മക്കെന്താണ് ഗുണം? കാണത്തില്ല, പക്ഷെ പാത്തുമ്മയ്ക്ക് ഗുണമുണ്ട്. എന്ത്? അതായത് കൃത്യമായി ഗർഭകാല പരിചരണം നടത്തിയാൽ അപകട സാധ്യതയുള്ള ഗർഭിണികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ അവർക്ക് യഥാവിധി ചികിത്സ നൽകാൻ സാധിക്കും. മാത്രമല്ല ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ നടക്കണമെങ്കിൽ പെരെ പറ്റൂല, ആശുപത്രി തന്നെ പോകണം. അതൊന്നും ഇവിടെ പറ്റത്തില്ല. നമ്മുടെ വാർത്ത നമ്മുടെ വീട്ടിൽ പ്രസവിച്ചാൽ മതി. ഞാൻ ആശുപത്രിയിൽ പ്രസവിക്കത്തുള്ളൂ. പാത്തുമ്മോ, എന്തോ നീ ഇങ്ങനെ
അങ്ങനെ പലതും പറയട്ടെ. പാത്തുമ്മ എത്രയും പെട്ടെന്ന് ആശുപത്രി പോകണം. അവിടെ ചെന്നാൽ ഗർഭകാല പരിശോധനകൾ, അൾട്രാസൗണ്ട് പരിശോധനകൾ, കുത്തിവെപ്പ്, പോഷണം, അത് മാത്രമല്ല അമ്മയ്ക്ക് മറ്റസുഖങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയും ആശുപത്രിയിൽ ലഭിക്കും. എന്റെ മമ്മളെ ഇതിനൊക്കെ വലിയ പൈസ ചെലവല്ലോ, നമ്മളെല്ലാം ഇരിക്കുന്നോ ശരിയാവുന്നില്ലയോ? എന്തായി പറയുന്നത്? സർക്കാർ ആശുപത്രിയിൽ പ്രസവം നടന്നാൽ സർക്കാർ കാശ് ഇങ്ങോട്ട് തരും. എങ്ങനെ സർക്കാർ ആശുപത്രിയിൽ പ്രസവം നടന്നാലേ ജനനി സുരക്ഷാ സ്കീമിലൂടെ സർക്കാർ കാശ് നിങ്ങൾക്ക് ഇങ്ങോട്ട് തരും. അത് മാത്രമല്ല, പാത്തുമ്മ ഇപ്പൊ പ്രസവിക്കാനായിട്ട് ആശുപത്രിയിലോട്ട് ചെന്നു, തിരിച്ച് പ്രസവം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നു. ഇതിനുള്ള വാഹന സൗകര്യങ്ങൾ മാതൃകാലം പദ്ധതിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ പാത്തുവിന് പറയാനേ സമയം നടക്കുന്നു. വേണ്ട, രണ്ടുപേരോടും കൂടി ഒരു കാര്യം ഞാൻ പറയാം. എന്താണ്? ഗർഭകാല ആരംഭം മുതൽ 2 വയസ്സ് വരെയുള്ള 1000 ദിനങ്ങൾ, അതാണ് കുഞ്ഞിന്റെ ശരിയായ വളർച്ചയ്ക്കും ബുദ്ധിവികാസനും നടക്കുന്ന സുവർണ കാലഘട്ടം. അത് നമ്മൾ കൃത്യമായി ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാൻ കഴിയും. നമ്മളായിട്ട് ചോദിക്കുക, നമ്മളായിട്ട് എന്തൊരു ചെയ്യണോ? നിങ്ങളായിട്ട് ചെയ്ത് ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾ ഇനി എന്തോ ചെയ്യാനാ? അതല്ലെന്ന് നമ്മൾ പറഞ്ഞു. ഈ വരാൻ പോകുന്ന കുഞ്ഞിന് സംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് നമ്മൾ ചോദിച്ചത്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ വീട്ടിലെ പ്രസവം നിങ്ങൾ കുറച്ചുകൂടെ പറയുന്നില്ലയോ, അത് മാറ്റി നേരെ ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ മതി. അവിടെ നവജാത ശിശുക്കൾക്ക് സമഗ്ര ചികിത്സാ പദ്ധതികളുണ്ട്. സമഗ്ര ചികിത്സയോ എന്തുവാ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ചികിത്സകൾ. മൊത്തത്തിലുള്ള ചികിത്സ നിങ്ങളൊന്ന് വിശദീകരിച്ച് പറ. പറഞ്ഞു തരാം. അതിനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിനെന്തെങ്കിലും ജനന വൈകല്യം ഉണ്ടെങ്കിൽ അത് സ്ക്രീനിങ്ങിലൂടെ കണ്ടെത്തി അതിന്റെ പരിശോധന നടത്തി ചികിത്സകൾ നൽകും. അതിനെ കാണാൻ കഴിയുന്ന എന്ത് വൈകല്യമായാലും അത് കണ്ടെത്തി ചികിത്സകൾ നൽകുന്നുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഹൃദ്രോഗബാധ അത് 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ കണ്ടെത്തി അതിന്റെ ചികിത്സ നൽകുന്നുണ്ട്. മനസ്സിലായ? എനിക്കിതൊക്കെ ആര് പറഞ്ഞു തന്നല്ലോ? അതുപോലെ കുഞ്ഞുങ്ങളുടെ കേൾവിശക്തി, കാഴ്ചശക്തി, ഇതൊക്കെ 20 മുതൽ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ പരിശോധന നടത്തും. അതിന്റെ ചികിത്സകൾ തുടങ്ങും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മെറ്റാബോളിക് അറിയില്ല? കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ജനിതകപരമായോ ഹോർമോൺ സംബന്ധമായോ അസുഖങ്ങൾ കണ്ടുപിടിച്ച് അതിന് ചികിത്സ നൽകുന്നതാണ് ഈ മെറ്റാബോളിക്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഗവൺമെന്റ് ആശുപത്രിയിലുണ്ടോ? ആഹാ, കൊള്ളാം. നീ കിടക്കുമല്ലയോ? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. എന്തെങ്കിലും സംശയങ്ങൾ വല്ലതും ഉണ്ടോ? വീട്ടിൽ പ്രസവിക്കുന്നതിന് ഇത്ര നേരം പിന്നെ ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നേ? എനിക്ക് ആ വീട്ടിൽ ഞാൻ ചോദിക്കട്ടെ, വീട്ടില് കൃത്യമായിട്ട് പാത്തുമ്മയ്ക്ക് ഗർഭകാല പരിചരണം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ഇക്കായിക്കൊണ്ട്? എത്ര രൂപ കയ്യിലുണ്ടായാലും നമ്മൾ വീട്ടിലത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. ആശുപത്രിയിൽ പോകാൻ പറയുന്നത്. അത് മാത്രമല്ല, പ്രസവ സമയം എന്ന് പറയുന്നത് വളരെ സങ്കീർണം പിടിച്ച നിമിഷങ്ങളാണ്. ആ സമയത്തുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും വീട്ടുകാർക്ക് പരിഹരിക്കാൻ പറ്റില്ല. അതിനാണ് ആശുപത്രിയിൽ തന്നെ പോകണമെന്ന്. വീട്ടിലൊക്കെ ജീവിക്കുന്ന സ്ത്രീകൾ നമ്മളെല്ലാം കണ്ടും കേട്ട് ജീവിക്കുകയില്ലേ? അമിതമായ രക്തസ്രാവം, രക്തസംബന്ധം, ഇക്കാരണത്താൽ അമ്മ മരിക്കുന്നു, കുഞ്ഞു മരിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ ഇപ്പൊ നിങ്ങളിപ്പോ ആലോചിക്കും, ഇതൊക്കെ പണ്ടല്ലായിരുന്നു. പണ്ടല്ല, ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവിടെ വിവരം കിട്ടുന്ന വ്യക്തികൾ ഈ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിച്ചു വിടുക. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ സജീവമായ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തും ജില്ലയിലുമൊക്കെ ഈ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കുറഞ്ഞു വരികയാണ്. എങ്കിലും നമ്മുടെ ജില്ലയിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അത് തടയുക എന്നുള്ളതും നമ്മുടെ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വീട്ടിലെ പ്രസവം ഒഴിവാക്കി നേരെ എല്ലാവരും ആശുപത്രിയിലേക്ക് ചെല്ലണമെന്ന് പറയുന്നത്. അപ്പം മെമ്പറെ, നമ്മളൊരു കാര്യം തീരുമാനിച്ചു. നമ്മുടെ പാത്തുമ്മ ഇനി ആശുപത്രിയിൽ പ്രസവിക്കാൻ മതി. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ ചെന്ന് പറയണം. അവർക്കും പിടികിട്ടി. മനസ്സിലായല്ലോ? പാത്തുമ്മ പറഞ്ഞതെല്ലാം മനസ്സിലായോ? നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ ചെന്ന് പറയുമോ?
പറയണം. ആത്മ പറയാനായിട്ടുണ്ട്. നിങ്ങൾ പറയുമോ? നമ്മൾ ഇപ്പൊ തന്നെ പറയാൻ നിങ്ങൾ പറഞ്ഞിട്ട് ബുക്ക് നോക്കണം. നിങ്ങൾ പറയുമോ? പറയണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പറഞ്ഞു തുടങ്ങണം. ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ കേട്ട് പോകാതെ ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജനനം സുരക്ഷിതമായ കരങ്ങളിലായിരിക്കണം. അതിന് വീട്ടിൽ പ്രസവം പാടില്ല, ആശുപത്രിയിൽ തന്നെ പോകണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പറഞ്ഞും ചിന്തിച്ചും തുടങ്ങുമ്പോൾ വരും കാലത്ത് ആരോഗ്യമുള്ള ഒരു പുതുതലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. അതിൽ നമുക്കൊന്നിച്ചൊന്നായി പഴയ ചേരാം.